നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു പുസ്തകം ശുപാർശ ചെയ്യുകയാണ്. അത് വായിക്കുന്നത് വളരെ നല്ലതാണ്. സിൻ: എ ഹിസ്റ്ററി. ഗാരി ആൻഡേഴ്സൺ എഴുതിയ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. സിൻ: എ ഹിസ്റ്ററി ബൈ ഗാരി ആൻഡേഴ്സൺ, ഫോർട്രസ് പ്രസ്, ഫിലാഡൽഫിയ. ഈ പുസ്തകത്തിൽ ഗാരി ആൻഡേഴ്സൺ പറയുന്ന ഒരു കാര്യമുണ്ട്. പാപത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ഉള്ള ധാരണ ഒന്നല്ല, പലതാണ്. എന്തിന്? നമ്മുടെ പാട്ടുകളിൽ പോലും പാപത്തെക്കുറിച്ചുള്ള ധാരണകൾ വളരെ കൂടുതലാണ്, വ്യത്യസ്തങ്ങളാണ്. ഉദാഹരണത്തിന്, നമ്മുടെ പാട്ടുകളിൽ തന്നെ പാപത്തെ നാം കറ, സിൻ ആസ് സ്റ്റെയിൻ. ഉദാഹരണത്തിന് നമ്മുടെ പാട്ടുകൾ തന്നെ, ഒരു പാട്ട് തന്നെയുണ്ട്, പാപത്താൽ എന്നിൽ വന്ന ശാപ. അടുത്ത ആ വാക്ക് എന്താണ്? കറ. അപ്പൊ നമ്മുടെ ക്രിസ്തീയ കീർത്തനങ്ങളിൽ, നമ്മുടെ പാട്ടുകളിൽ തന്നെ പാപത്തെ മനസ്സിലാക്കാൻ നാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെറ്റഫർ, ഒരു രൂപകം, സിൻ ആസ് സ്റ്റെയിൻ. പാപം എന്ന് പറയുന്നത് ഒരു കറ എന്നാണ്. വീണ്ടുമുണ്ട്, പാപക്കറ നീക്കുമാതിൽ. കുഞ്ഞിലെ ഞാൻ നല്ലപോലെ പാടുമായിരുന്നു, ഇപ്പം സാധകം ചെയ്യാത്തതുകൊണ്ടാണ്. അവിടെയും ഉപയോഗിച്ച് ഇതെല്ലാം നമ്മൾ ക്രിസ്തീയ കീർത്തനങ്ങളിൽ എപ്പോഴും പാടുന്നതാണ്. അതുകൊണ്ട് വേദപുസ്തക ചരിത്രം, അതുകൊണ്ടാണ് ഗാരി ആൻഡേഴ്സൺ പറയുന്നത് സിൻ: എ ഹിസ്റ്ററി. There is a history behind the understanding of sin in the Bible. അതുകൊണ്ട് ഒരു അറിവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റഫർ മാത്രമല്ല പാപത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ എന്റെ പാപമെല്ലാം കഴുകി എന്ന് ഞാൻ പറയുമ്പോൾ അത് വേദപുസ്തകത്തിലെ പല അറിവുകളിൽ ഒന്ന് മാത്രമാണ്. അതെന്താണ്? പാപം കറയാണെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് അത് കഴുകിക്കളയലാണ്. 2, പാപം എന്ന് പറയുന്നത് ഒരു ഭാരമാണ്, സിൻ ആസ് വെയിറ്റ് ഓർ ബർഡൻ. പാപഭാരത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ എന്താണ്? ഭാരം. അപ്പോൾ പാപം എന്ന് പറയുന്നത് ഒരു കറ ആണെങ്കിൽ അതിന്റെ വിശദമായ പ്രതിപാദ്യം ഞാൻ ഈ പറഞ്ഞ ഗാരി ആൻഡേഴ്സന്റെ പുസ്തകത്തിലുണ്ട്. അതൊരു 200-250 പേജുള്ള വളരെ വലിയ പുസ്തകമാണ്. അത് മുഴുവൻ വിശദീകരിക്കാൻ അതിന് ഇഷ്ടം പോലെ വേദപുസ്തക റെഫറൻസസും ആ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. കാശ് കൊടുത്ത് പുസ്തകം വാങ്ങിക്കണം. അപ്പോൾ പാപം എന്ന് പറയുന്നത് കറയാണ്. പാപത്തെ കറയായി ആണ് നാം മനസ്സിലാക്കുന്നതെങ്കിൽ, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് സിൻ ആസ് സ്റ്റെയിൻ, then salvation means washing your stain. ഇനിയും, if you understand sin as burden or weight, then salvation means your burdens are lifted off. അങ്ങനെ ഒരു ഇംഗ്ലീഷ് കോറസ് തന്നെയുണ്ട്, burdens are lifted off on Calvary. അതുകൊണ്ട് ഭാരം, വെയിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വേദപുസ്തകത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പൗലോസ് ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായീൻ പറയുന്നുണ്ട്, എന്റെ പാപം എനിക്ക് അതിഭാരമായിരിക്കുന്നു. The weight of sin is too heavy for me. അവിടെയും പാപത്തെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു ഭാരം അല്ലെങ്കിൽ ഒരു ബേർഡൻ എന്നായിട്ടാണ്. പാപത്തെ വിശേഷിപ്പിക്കാൻ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു രൂപകം, പാപം എന്ന് പറയുന്നത് കടമാണ്, സിൻ ആസ് ഡെറ്റ്. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻ കടങ്ങൾ തീർത്തന്റെ. അവിടെ പാപം എന്ന് പറയുന്നത് എന്താണ്? കടമാണ്. ക്രിസ്തീയ കീർത്തനം 224 പാപക്കടം തീർക്കുവാൻ എന്ന് പറഞ്ഞ വളരെ വിശ്വപ്രസിദ്ധമായ പാട്ട്. അപ്പോൾ അവിടെ പാപത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് കടം എന്നാണ്. അതുകൊണ്ട് വേദപുസ്തകം, പ്രത്യേകിച്ച് പഴയ നിയമം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിധത്തിൽ മാത്രമല്ല, പല വിധത്തിൽ പാപത്തെ പഴയ നിയമം മനസ്സിലാക്കിയിട്ടുണ്ട്. പാപത്തെ കറയായും, പാപത്തെ ഭാരമായും, പാപത്തെ കടമായും. അതുകൊണ്ടാണ് കുരിശിൽ അവൻ നമ്മുടെ കടമെല്ലാം വീട്ടി എന്ന് നാം പറയുന്നത്. ഞാനത് പുറകെ വിശദീകരിക്കുന്നുണ്ട്.
മറ്റൊന്ന്, ഈ നമ്മുടെ കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ തന്നെ പാപത്തെ കടമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കടം ഇളച്ചു കിട്ടിയ മനുഷ്യരെ കുറിച്ചുള്ള ഒരു രസകരമായിരിക്കുന്ന ഉപമയാണ്. അവിടെ എന്താണ് ദൈവത്തിന്റെ ക്ഷമ എന്ന് പറയാനാണ് അവിടെ കടം എന്ന സാദൃശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലും പ്രത്യേകിച്ചും പാപത്തെ പ്രധാനമായും 3 വിധത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പാപം കറയാണ്, പാപം ഭാരമാണ്, പാപം കടമാണ്. അത് ഭാരമായാലും കറയായാലും കടമായാലും നമ്മൾ എങ്ങനെയാണോ പാപത്തെ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള മനസ്സിലാക്കലും സംഭവിക്കുന്നത്. ഇതിന്റെ എല്ലാം വളരെ കൃത്യമായ ഒരു വിവരണം ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പാപ പരിഹാര ദിവസം ഇസ്രായേൽ മക്കൾ എല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി വരും. അങ്ങനെ കൂടി വരുന്നതായ സമയത്ത് 2 ആട്ടിൻകുട്ടിയെ കൊണ്ടുവരും. ഒന്നിനെ കൊല്ലും, ഒന്നിനെ ബലിയാടാണെന്നും പറയും. സാക്രിഫിഷ്യൽ ആനിമൽ ആൻഡ് സ്കേപ്പ് ആനിമൽ. സാക്രിഫിഷ്യൽ ഗോട്ട് ആൻഡ് സ്കേപ്പ് ഗോട്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒരുപക്ഷെങ്കിൽ പഴയ നിയമത്തിൽ പാപത്തെക്കുറിച്ചുള്ള എല്ലാ മനസ്സിലാക്കലുകളെയും ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ പാപപരിഹാര യാഗത്തിൽ നമുക്ക് സംക്ഷേപിക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, പാപപരിഹാര ദിവസം എന്ത് സംഭവിക്കും? 2 ആട്ടിൻകുട്ടികളെ കൊണ്ടുവരും. അതിൽ ഒന്നിനെ കൊല്ലും. കൊന്നിട്ട് അതിന്റെ രക്തം എന്തു ചെയ്യും? യാഗപീഠത്തിൽ തളിക്കും. ഇനിയും 2ാമത്തെ ആട്ടിൻകുട്ടിയെ എന്താണ് ചെയ്യുന്നത്? അഹരോൻ ജനത്തിനു വേണ്ടി പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ജനത്തിന്റെ പാപം മുഴുവൻ ഈ കൊല്ലാതിരിക്കുന്ന ആട്ടിൻകുട്ടിയുണ്ടല്ലോ അതിന്റെ പുറത്ത് വെക്കും. എന്നിട്ട് ഈ ആട്ടിൻകുട്ടിയെ മരുഭൂമിയിലേക്ക് പറഞ്ഞുവിടും. സിൻ ഗോസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിൻ. എന്തുകൊണ്ടാണ് ഇതിനെ മരുഭൂമിയിലേക്ക് വിടുന്നത്? യഹൂദന്മാർ വിശ്വസിക്കുന്നത് മരുഭൂമി, വിൽഡർനെസ് ഇസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ദൃഷ്ടി എത്താത്ത സ്ഥലമാണ് മരുഭൂമി. അതുകൊണ്ട് ഈ പാപത്തെ അവരെങ്ങോട്ട് പറഞ്ഞു വിടും? ഇത് ഇസ്രായേൽ മക്കളുടെ വിശ്വാസത്തെ കുറിച്ചാണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഞാൻ ഈ പറയാൻ വരുന്നത്. അപ്പോ 2 കാര്യങ്ങളാണ് പാപപരിഹാര ദിവസത്തിൽ സംഭവിക്കുന്നത്. ഒന്ന്, ഒരാട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ രക്തം യാഗപീഠത്തിൽ തളിക്കും. 2, 2ാമത്തെ ആട്ടിൻകുട്ടിയുടെ പുറത്ത് ജനത്തിന്റെ പാപമെല്ലാം വെച്ച് ഈ ആട്ടിൻകുട്ടിയെ എങ്ങോട്ട് പറഞ്ഞുവിടും? ഇസ്രായേൽ മക്കൾ വിശ്വസിക്കുന്നത് സിൻ cannot be annihilated, it can only be carted away. പാപത്തെ പൂർണ്ണമായും നശിപ്പിക്കാനാവില്ല, മറിച്ച് യു ക്യാൻ സെൻഡ് സിൻ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിൻ. മരുഭൂമിയിൽ നിന്നാണ് പാപം വരുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് തന്നെ പാപത്തെ വിടും? മരുഭൂമിയിലേക്ക് തന്നെ വിടും. ഈ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം യേശു ക്രിസ്തുവിന്റെ മരണത്തെ മനസ്സിലാക്കാൻ. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 2 ആട്ടിൻകുട്ടികളെ കുറിച്ച് പറയുന്നെങ്കിൽ ഇത് രണ്ടും യേശു ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണ്. അവന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നു. എന്നാൽ അത് 2ാമത് ഓർക്കേണ്ടത്, യേശു ക്രിസ്തു മരിക്കുന്നത് പാളയത്തിന് പുറത്താണ്. അവൻ നമ്മുടെ പാപമെല്ലാം, അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ നമ്മുടെ നിന്ന വഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയി. അപ്പോൾ ഒരേ സമയം അവൻ കൊല്ലപ്പെടുന്നയാടും, അതേ സമയം തന്നെ അവൻ എന്താണ്? ബലിയാടുമാണ്. കൊല്ലപ്പെടുന്നയാടും സ്കേപ്പ് ഗോട്ടുമായി യേശു ക്രിസ്തു രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു പഴയ നിയമ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം യേശു ക്രിസ്തുവിന്റെ മരണത്തെ മനസ്സിലാക്കാൻ. ആവട്ടെ, നമുക്ക് ഇതിന്റെ ഇന്നത്തെ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. ഒരിക്കൽ പോലും ആദമനും ഹവ്വയ്ക്കും ദൈവത്തെ ഭയം തോന്നിയില്ല.
ദൈവത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്ന് ആദമും ഹവ്വയും ഓർത്തിരുന്നിട്ടില്ല. പാപം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഭയം ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ഒരു ദിവസം വളരെ പെട്ടെന്ന് വന്ന് ഒരു പാമ്പ് ഏദൻ തോട്ടത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, രക്ഷിക്കപ്പെടണ്ടേ? അങ്ങനെ കയറി വരുന്നു. ചിലർക്ക് നിർബന്ധമാണ് നമ്മളെ രക്ഷിച്ചേ അടങ്ങുന്നു. ചേട്ടാ, നമുക്കുള്ളതിനേക്കാൾ താല്പര്യം നമ്മുടെ കാര്യത്തിൽ നാട്ടുകാർക്ക്. അപ്പൊ ഇതുവരെ മനുഷ്യനായിരിക്കുന്നത് ഒരു പോരായ്മയായി ആദമിന് ഹവ്വയ്ക്കും തോന്നിയിട്ടില്ല, പ്രത്യേകിച്ച് ഹവ്വയ്ക്കും. അപ്പോൾ പറയാ, അങ്ങനല്ല, രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ഈ വിലക്കപ്പെട്ടിരിക്കുന്ന പഴം പറിച്ച് തിന്നണം. പറിച്ചു തിന്നു. കഥ വിശദീകരിക്കുന്നില്ല. പെട്ടെന്ന് അവരുടെ കണ്ണു തുറന്നു. ആ സമയത്താണ് വൈകുന്നേരമായി. ആര് വരുന്നു? ദൈവം വരുന്നു. ദൈവം വരുന്നു എന്ന് കേട്ടപ്പോൾ ആദമും ഹവ്വയും, ഈ ഹവ്വയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് എന്താ ചെയ്തു? താൻ കഴിച്ചതിന്റെ പകുതി ആർക്ക് കൊടുത്തു? ഇവര് തരുന്നതൊക്കെ മുഴുവൻ വാങ്ങിച്ച് വിഴുങ്ങില്ല. ഞാനും രക്ഷിക്കപ്പെട്ടു, എൻ്റെ അച്ചായനെ കൂടെ കൊണ്ടുപോകണം, തന്നെ അങ്ങ് പോയാൽ പോരെ. അപ്പൊ അച്ചായനും കൊടുത്തു. എന്തോത്തിന്റെ ബാക്കി? ആപ്പിളിന്റെ ബാക്കി. അച്ചായനല്ലേ, ചുമ്മാ കിട്ടിയതല്ലേ, വാങ്ങിച്ചു കഴിച്ചു. ആപ്പിളെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, കണ്ണു തുറന്നു. അപ്പൊ ആര് വരുന്നു? ദൈവം വരുന്നു. ദൈവം വരുന്നുവെന്ന് കേട്ടപ്പോൾ ആദമും ഹവ്വയ്ക്കും പേടിയായി. സാധാരണ ദൈവം വരുന്നുവെന്ന് കേൾക്കുമ്പോൾ അവർ ഓടി ഒളിക്കാറില്ല. അവർ ഓടിച്ചെന്ന് ദൈവത്തെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഇവിടെ എന്താ? അപ്പോൾ പാപം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടലാണ്. ദൈവം ഭയപ്പെടാനുള്ള ഒരാളല്ല, ദൈവത്തെ സ്നേഹിക്കാനുള്ളതാ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സ്നേഹമുള്ളിൽ വരുമ്പോൾ ഭയം പുറത്താകും. എന്താണ് വാട്ട് ഈസ് ഫോൾ? എന്താണ് പാപം എന്ന് പറയുന്നത്? ദൈവത്തെ ഭയപ്പെടാനുള്ളവനല്ല, ദൈവത്തെ സ്നേഹിക്കാനുള്ളവനാണ്. എന്നാൽ ദൈവത്തെ മനുഷ്യൻ സ്നേഹിക്കേണ്ടതിന് പകരം ഭയപ്പാടിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് കൂടുതൽ 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 മാറിപ്പോവുകയാണ്. ദൈവം അവന് ഒരു ഭയ കാരണമായി മാറുകയാണ്. യേശുക്രിസ്തുവിൽ ഈ ഭയം മാറുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, നമുക്കേതു നേരത്തും അവന്റെ കൃപാസനത്തിന്റെ അടുക്കൽ എങ്ങനെ വരാം? ധൈര്യത്തോടെ കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏദനിൽ ആദമും ഹവ്വയും അനുഭവിച്ച ഭയം, ഏദനിൽ അവർ ദൈവത്തെ സ്നേഹിക്കേണ്ടതിന് പകരം ഭയപ്പെട്ടുവെങ്കിൽ അത് പാപത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ യേശുക്രിസ്തു എന്താ ചെയ്യുന്നത്? യേശുക്രിസ്തു പറയുന്നു, ഭയമല്ല വേണ്ടത്, പിന്നെന്താണ്? ഞാൻ സ്നേഹമാണ്. ഇനി നിങ്ങൾ ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ ഞാൻ ഏദനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതാണ് സംഭവിക്കുന്നത്. കാരണം ഒരു പൂന്തോട്ടത്തിൽ വെച്ച്, ഒരു തോട്ടത്തിൽ വെച്ചിട്ടാണ് ദൈവം മനുഷ്യനെ ഭയപ്പെടാൻ ആരംഭിച്ചതെങ്കിൽ, അതേ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനോട് പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടാനുള്ളവനല്ല, ദൈവം സ്നേഹമാണ്. ഒരു ഭക്ഷണത്തിലൂടെയാണ് ദൈവം മനുഷ്യനിൽ നിന്ന് അകന്നു പോയെങ്കിൽ, സ്വന്തം ശരീരമെന്ന ഭക്ഷണത്തിലൂടെ ദൈവം നമ്മളെ ക്രിസ്തുവിൽ മുഖാന്തരം ദൈവത്തോട് അടുപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭയം മാറ്റി നമ്മളിൽ ദൈവം സ്നേഹമാണ് എന്ന ബോധ്യമാണ് യേശു ക്രിസ്തു ജനിപ്പിച്ചത്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? രക്ഷ. ഭയം നീങ്ങി സ്നേഹം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ദൈവത്തെ ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ദൈവത്തെ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ നമുക്ക് ധൈര്യപൂർവം സ്നേഹിക്കാം. ദൈവത്തിന്റെ കൃപാസനത്തിന്റെ മുൻപാകെ ധൈര്യപൂർവം വരാം.